ഹലോ, ഇന്ന് ഞാൻ എങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കാം എന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഹാപ്പി ആയിരിക്കാം എന്ന് മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തിന് സീക്രട്ട് മനസ്സിലാകും. അതായത് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും ഒരു ലൈഫ് പേർപ്പസ് ഇല്ലാതെയാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. നമ്മുടെ മനസ്സിൽ ഹോണ്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ സങ്കടങ്ങൾ മാത്രമായിരിക്കും. നമ്മുടെ മുന്നിലെ സന്തോഷങ്ങൾ കാണാൻ കഴിയുന്നില്ല. അതിപ്പോഴത്തെ ഒരു മേജർ ഒരു പ്രശ്നമായി തന്നെയാണ് അത് കാണുന്നത്. അതിൻ്റെ റീസൺ വേറൊന്നുമല്ല, നമ്മളിപ്പം സൊസൈറ്റിയിൽ നിന്ന് ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയാസ് മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സോ നമുക്ക് ഫിസിക്കലായിട്ടുള്ള പ്രസൻസ് ആൾക്കാരുടെ വളരെ കുറഞ്ഞിരിക്കുക. ഈ സമയത്ത് നമുക്ക് സോഷ്യലി വെൽബീയിങ് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം പുറത്ത് പോകുന്ന സമയത്തോ നമ്മൾ സംസാരിക്കുന്ന സമയത്തോ നമ്മുടെ ഫ്രണ്ട് പറയും, നീ ഇട്ട ഡ്രസ്സ് കൊള്ളാലോടി, അല്ലെങ്കിൽ നിൻ്റെ ചിരി കൊള്ളാമല്ലോ, നല്ല സംസാരമാണല്ലോ, അല്ലെങ്കിൽ നല്ല രീതിക്കാണല്ലോ നീ ഇന്ന് ഫുഡ് കൊണ്ടുവന്നിരിക്കുന്നത്, ഫുഡ് കഴിക്കുമ്പോൾ പറയുന്നത്, അതിനുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ അതേഴ്സായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം നമ്മളത് നടക്കുന്നില്ല. എല്ലായിടത്തും നമ്മൾ ഭയങ്കര ബിസി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഇന്ന് നടന്ന നല്ല നല്ല സംഭവങ്ങളെ പറ്റി എഴുതാൻ കഴിയും. ഇപ്പം നമ്മൾ ഒരാളെ നോക്കി സ്മൈൽ ചെയ്തു, അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു കാര്യമാണ്. അത് അവരോട് ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു പോസിറ്റിവിറ്റിയാണത്. നമ്മളിൽ നിന്ന് കൊടുക്കുന്നൊരു പോസിറ്റിവിറ്റിയാണത്. അപ്പം 1 by 1 ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെല്ലാം സംഭവിച്ചു, നല്ല കാര്യങ്ങൾ സംഭവിച്ചു, അതിനെ എഴുതുക. അതിനെ എഴുതി ഒരു 30 days ഇത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന, അതായത് ഇതിനുവേണ്ടി നിങ്ങളിതിനെ പരിശ്രമിക്കാൻ തുടങ്ങും. ഇനി എന്താണ് നെക്സ്റ്റ്, ഇന്നത്തെ ലിസ്റ്റിൽ ഞാൻ എന്തെല്ലാം എഴുതണം എന്നൊരു തോട്ട് നിങ്ങളിലേക്ക് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ നല്ല കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റും. അതായത് നല്ല കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. നമുക്ക് ചുറ്റും നമുക്ക് ആരും പറഞ്ഞു തരാനില്ലാത്തൊരു കാര്യം ഇത് തന്നെയാണ്. അതായത് നിങ്ങൾ നല്ലതിലേക്ക് നോക്കണം എന്ന് പറഞ്ഞു തരുന്നത് ആരുമില്ല. നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മുടെ മൈൻഡിനോട് സംസാരിക്കണം. ഇന്ന് എനിക്ക് നല്ല കാര്യം എന്ത് ചെയ്യാൻ കഴിയും, മറ്റുള്ളവർക്ക് എന്ത് ചെയ്ത് കൊടുക്കാൻ കഴിയും, മറ്റുള്ളവരിൽ നിന്ന് എന്ത് നന്മയാണ് എനിക്ക് കിട്ടിയത് എന്ന് ചിന്തിക്കാൻ കഴിയും. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രിപ്പയർ ചെയ്യുന്നത് മൂലം നമ്മുടെ ജീവിതത്തിലെ കുറേ നല്ല മൊമെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് പ്രിപ്പയർ ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എല്ലാവരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ പെന്നും പേപ്പറിന് പകരം സ്മാർട്ട് ഫോണിൽ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തുടങ്ങുക. ആ ഗ്രൂപ്പിൽ ഒരു ദിവസം നൈറ്റിലാകുമ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് സംഭവിച്ച നല്ല കാര്യങ്ങൾ എഴുതി വെക്കുക. 1 2 3 ഇട്ട് സ്പെസിഫൈ ചെയ്ത് എഴുതുക. അതിനുശേഷം നിങ്ങൾക്ക് ഭയങ്കര വിഷമമുള്ള ദിവസം, നമുക്ക് എല്ലാ ദിവസവും ഒരേ മൂഡുള്ളവരായിരിക്കണമെന്നില്ല. നമുക്ക് ഓരോ ദിവസവും ഓരോ മൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്തിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് ഭയങ്കര സാഡായിട്ടിരിക്കുന്ന ദിവസം ഇതെടുത്തൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് മനസ്സിലാവും. നിങ്ങൾ ഇത്രയും നല്ല നല്ല ഗുണങ്ങളുണ്ട്, നിങ്ങൾക്ക് ഇത്രയും നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചു എന്ന് അപ്പോൾ മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. നല്ല കാര്യങ്ങളിലേക്ക്, പോസിറ്റിവിറ്റിയിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഒരു മനുഷ്യന് ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്. കാരണം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നെഗറ്റീവിലോട്ടാണ്. അത് നമ്മുടെ തെറ്റല്ല, നമ്മളുടെ ഹ്യൂമൻ നേച്ചർ അങ്ങനെയാണ്. അപ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ എളുപ്പം സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ നിങ്ങളുടെ ഫോണിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക.